بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സഹപാഠികളെ, സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങിവെച്ച ഹദീസ് പഠന ക്ലാസ് 36 ദിവസം പിന്നിട്ട് 37ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹാനായിരിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിൻ്റെ പ്രാധാന്യവും ദീനീ വിജ്ഞാനം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രാധാന്യവുമൊക്കെ കഴിഞ്ഞകാല ക്ലാസ്സുകളിൽ ഞാൻ ഒരുപാട് വിവരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മുസൽമാൻ്റെ ബാധ്യതയായിരിക്കുന്ന ദീൻ പഠിക്കലും ദീൻ പ്രചരിപ്പിക്കലും നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അതിൻ്റെ തനതായ ശൈലിയിൽ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അധ്യായം 165. അധർമ്മികളുടെ പതനസ്ഥലം കാണുമ്പോൾ എന്തു ചെയ്യണം, അതിനെക്കുറിച്ച് പറയുന്ന ബാബാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, സമൂദുകാരുടെ സ്വദേശമായ ഹിജറിലെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായ ഇവരുടെ അരികെ കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾ പ്രവേശിക്കരുത്. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് കടക്കരുത്. അവരെ ബാധിച്ചത് നിങ്ങളെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണിത്. ബുഖാരി 397, മുസ്ലിം 2633 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്ർ ദേശത്തുകൂടെ നടന്നപ്പോൾ പറഞ്ഞു, സ്വശരീരങ്ങളോട് അധർമ്മം പ്രവർത്തിച്ചവരുടെ വാസസ്ഥലത്ത് കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾ പ്രവേശിക്കരുത്. അവരെ ബാധിച്ചത് നിങ്ങളെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണിത്. പിന്നീട് തിരുമേനി തല താഴ്ത്തി മുഖം മറച്ചിട്ട് ദ്രുതഗതിയിൽ ആ താഴ്വര മുറിച്ചു കടന്നു. ബുഖാരി 1443, 2270, മുസ്ലിം 2980 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 166. യാത്രാ മര്യാദകൾ. കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് വ്യാഴാഴ്ചയായിരുന്നു പുറപ്പെട്ടത്. വ്യാഴാഴ്ച യാത്ര ആരംഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമായിരുന്നു. വ്യാഴാഴ്ച അല്ലാത്ത ദിവസം വിരളമായേ അവിടുന്ന് യാത്ര ആരംഭിക്കാറുണ്ടായിരുന്നുള്ളൂ. ബുഖാരി 680 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സുഖർ റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവേ, എൻ്റെ ജനതയ്ക്ക് അവരുടെ പ്രഭാതത്തിൽ നീ ബർക്കത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിരാവിലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യങ്ങളെ യാത്ര അയക്കാറ്. സുഖർ റളിയല്ലാഹു അൻഹു ഒരു വ്യാപാരിയായിരുന്നു. അദ്ദേഹം അതിരാവിലെയായിരുന്നു തൻ്റെ ചരക്ക് അയച്ചിരുന്നത്. അത് കാരണം സമ്പത്ത് വർദ്ധിച്ചു. സമ്പന്നനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അബൂദാവൂദ് 2606 തിർമിദി 1212 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അധ്യായം 167. യാത്രാ സുഹൃത്തുക്കൾ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏകാന്തനായി യാത്ര ചെയ്യുന്നതിലുള്ള ദൂഷ്യങ്ങൾ എനിക്കറിയാവുന്നത്ര അറിയുകയാണെങ്കിൽ ഒരാളും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയില്ല. ബുഖാരി 696 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അംർ തൻ്റെ പിതാവിൽ നിന്നും പിതാമഹനിൽ നിന്നും നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവൻ പിശാചാണ്.
യാത്രികരും പിശാചുക്കളാണ്. 3 ആളുകൾ ഒരു യാത്രാ സംഘമാണ്. അബൂദാവൂദ് 2607 തിർമിദി 2674 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹും അബൂ ഹുറൈറയും റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ആളുകൾ ഒന്നിച്ചു പുറപ്പെട്ടാൽ തങ്ങളിൽ ഒരാൾ നേതാവായി നിശ്ചയിക്കണം. അബൂദാവൂദ് 2608 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 പേരുള്ള സുഹൃത്ത് സംഘമാണ് യാത്രയ്ക്കു നല്ലത്. 400 പേരുള്ള ചെറിയ സേനയും 4000 പേരുള്ള വലിയ സേനയും ഉത്തമമാണ്. 1200 അംഗങ്ങളുള്ള സേന ആൾശേഷിയില്ലെന്ന കാരണത്താൽ പരാജയപ്പെടുകയില്ല. 1200 കേട്ടോ, 12000 അംഗങ്ങളുള്ള സേന ആൾശേഷിയില്ലെന്ന കാരണത്താൽ പരാജയപ്പെടുകയില്ല. അബൂദാവൂദ് 2611 തിർമിദി 1555 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. 4 പേരുള്ള സുഹൃത്ത് സംഘമാണ് നല്ലത്. 4 പേരുള്ള ആളാണ് യാത്രയ്ക്ക് ഏറ്റവും ഉത്തമെന്ന്. 400 പേരുള്ള ചെറിയ സേനയാണ് നല്ലത്. 4000 പേരുള്ള വലിയ സേനയും ഉത്തമമാണ് എന്ന് പറയുന്നു. അപ്പം 4ൻ്റെ ഒരു കളി ഈ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അധ്യായം 168 സഞ്ചാരം, വിശ്രമം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷേമകാലത്ത് നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ഒട്ടകത്തിനു ഭൂമിയിൽ നിന്നുള്ള അവകാശം അനുവദിക്കണം. സാവധാനം യാത്ര ചെയ്തും പുല്ലും വെള്ളവും യഥേഷ്ടം കഴിക്കാൻ അവസരം നൽകണം. ക്ഷാമകാലത്താണ് യാത്ര പോകുന്നതെങ്കിൽ ദ്രുതഗതിയിൽ യാത്ര തുടരണം. യാത്രാക്ലേശത്താൽ മൃഗങ്ങൾക്ക് അസ്ഥിക്ഷയം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വഴിയിൽ നിന്ന് മാറിയായിരിക്കണം നിങ്ങളുടെ രാത്രി വിശ്രമം. കാരണം രാത്രിയിൽ വഴിയെ ജന്തുക്കളുടെയും പ്രാണികളുടെയും സങ്കേതമാണ്. മുസ്ലിം 1926 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം, യാത്രാവേളയിലെ നിശാവിശ്രമ സമയത്ത് നബി വലതുവശം ചെരിഞ്ഞു കിടക്കുമായിരുന്നു. സുബഹിക്ക് മുമ്പാണ് വിശ്രമമെങ്കിൽ മുഴങ്കൈ നാട്ടി കൈപ്പത്തിയിൽ തലവെച്ചായിരുന്നു കിടക്കാറ്. മുസ്ലിം 683 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്യുക, രാത്രി ഭൂമി ചുരുട്ടപ്പെടും. അബൂദാവൂദ് 2571 യാത്രാ പ്രയാസങ്ങൾ കുറയുന്നതിനാൽ വേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുമെന്നർത്ഥം. അബൂ സഅലബ റളിയല്ലാഹു അൻഹു നിവേദനം, യാത്രാവേളയിൽ ഇറങ്ങി താമസിക്കുമ്പോൾ ജനങ്ങൾ മലമടക്കുകളിലും താഴ്വരകളിലും കൂട്ടം വിട്ട് വിശ്രമിക്കാറായിരുന്നു പതിവ്. നിങ്ങൾ ഈ മലമടക്കുകളിലും താഴ്വരകളിലും കൂട്ടം പിരിഞ്ഞ് പോകുന്നത് പൈശാചികമാണ് എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തി. അതിനുശേഷം അവർ എവിടെ ഉറങ്ങിയാലും കൂട്ടം ചേർന്നല്ലാതെ വിശ്രമിച്ചിരുന്നില്ല. അബൂദാവൂദ് 2628 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു റളിയല്ലാഹു അൻഹു നിവേദനം, ബൈഅത്തുർ റിദ്വാൻ ഉടമ്പടിയിൽ പങ്കെടുത്ത ആളാണ് ഇദ്ദേഹം. വയറൊട്ടി മുതുകിനോട് ചേർന്ന ഒരൊട്ടകത്തിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, സംസാരശേഷിയില്ലാത്ത കാലികളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നല്ല നിലയിൽ അതിനെ സവാരിക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ ഭക്ഷണമായി ഉപയോഗിക്കുകയോ ചെയ്യുക. അബൂദാവൂദ് 2548 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വാഹനത്തിൻ്റെ പിന്നിലിരുത്തി യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ അവിടുന്ന് എന്നോട് ഒരു രഹസ്യം പറഞ്ഞു. ആരോടും ഞാനത് പറയുകയില്ല. ഈന്തപ്പനകളോ കുത്തിനിർത്തിയ വസ്തുക്കളോ ആയിരുന്നു വിസർജന വേളയിൽ മറയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നത്. മുസ്ലിം 2429 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂദാവൂദിൻ്റെയും ബർഖാനിയുടെയും നിവേദനത്തിൽ ഇങ്ങനെ കാണാം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയുടെ തോട്ടത്തിൽ കടന്നു. അവിടെ ഒരു ഒട്ടകത്തെ കണ്ടു. തിരുമേനിയെ കണ്ട ഒട്ടകം മുരളുകയും കണ്ണീരൊലിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പൂഞ്ഞയും ചെവിയും പിൻഭാഗവും ഒന്ന് തടവിട്ട് ചോദിച്ചു, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമ? ആരുടേതാണ് ഈ ഒട്ടകം? അപ്പോൾ ഒരു അൻസാരി വന്നു, ഇതെൻ്റേതാണ് റസൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ അയാളോട് പറഞ്ഞു, നിനക്ക് ഉടമാവകാശം ലഭിച്ച ഈ കാലിയുടെ കാര്യത്തിൽ അല്ലാഹുവിനെ നീ സൂക്ഷിക്കുന്നില്ലേ? പട്ടിണിക്കിട്ട് അതിനെ കഷ്ടപ്പെടുത്തുന്നുവെന്ന് അതെന്നോട് ആവലാതിപ്പെടുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, യാത്രാവേളയിൽ ഞങ്ങൾ ഇറങ്ങി വിശ്രമിക്കുകയാണെങ്കിൽ
ഒട്ടകക്കട്ടികൾ അയച്ചുമാട്ടി യാത്രാവേളയിൽ ഞങ്ങൾ ഇറങ്ങി വിശ്രമിക്കുകയാണെങ്കിൽ ഒട്ടകക്കട്ടിൽ അയച്ചു മാറ്റിയിട്ടല്ലാതെ സുന്നത്ത് നിസ്കരിക്കാറില്ലായിരുന്നു. അബൂദാവൂദ് 2551 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് മൃഗങ്ങളോട് കാണിക്കേണ്ട ആ ഒരു സഹിഷ്ണുത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മാതൃക, അത് നമ്മൾ പിൻപറ്റണം. നമ്മൾ ഇക്കാലഘട്ടത്തിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മൃഗങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ വളർത്തുമൃഗങ്ങൾ ധാരാളമുണ്ട്. ആ വളർത്തുമൃഗങ്ങളോട് കാണിക്കേണ്ട സഹിഷ്ണുത, കാരുണ്യം, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് വിവരിച്ചു തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ വളരുന്ന കാലികൾ, അതുപോലെ തന്നെ മറ്റു ജീവികൾ ഒക്കെ എല്ലാ ജീവികളോടും നമ്മൾ കാരുണ്യം കാണിക്കണം. അവർക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ നൽകണം, അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നൽകണം. അതല്ലാതെ അവയെ വെറും ജോലിക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവയെ കഷ്ടപ്പെടുത്തുന്ന രീതി, അത് പ്രവാചകന്റെ മാതൃകയല്ല. അത് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വളർത്തുമൃഗങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അധ്യായം 169 സുഹൃത്തിനെ സഹായിക്കണം. ഇക്കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ക്ലാസ്സുകളിൽ ഒരുപാട് ഉദ്ധരിച്ചിട്ടുണ്ട്. തൻ്റെ സുഹൃത്തിനെ സഹായിക്കുന്നവൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, നല്ല കർമ്മങ്ങളെല്ലാം ദാനമാണ് മുതലായ ഹദീസുകളൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് കൊടുക്കണം എന്നുള്ള ഹദീസുകളൊക്കെ നമ്മൾ മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊടുത്ത ഹദീസുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാം. 969 ഹദീസാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം. ഒരു യാത്രാവേളയിൽ ഒരാൾ തൻ്റെ വാഹനത്തിലേറി ഞങ്ങളെ സമീപിച്ചു. അയാൾ ഇടത്തോട്ടും വലത്തോട്ടും ദൃഷ്ടി തിരിച്ചു കൊണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും പക്കൽ അധികം വാഹനമുണ്ടെങ്കിൽ വാഹനമില്ലാത്തവനെ നൽകി സഹായിക്കുക, ആഹാരം മിച്ചമുണ്ടെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കുക. ഈ വിധം അവിടുന്ന് സമ്പത്തിൻ്റെ വിവിധ ഇനങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ ശിഷ്ടമുള്ള ഒന്നിലും ഞങ്ങൾക്ക് തീരെ അവകാശമില്ലെന്ന് തോന്നിപ്പോയി. മുസ്ലിം 1728 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം. യുദ്ധത്തിന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ മുഹാജിർ അൻസാർ സമൂഹമേ, നിങ്ങളുടെ സഹോദരന്മാരിൽ സമ്പത്തും കുടുംബവും ഇല്ലാത്തവരുമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും 2-3 ആളുകളെ കൂടെ കൂട്ടുക. അന്ന് ഞങ്ങളിൽ പലർക്കും ഊഴമനുസരിച്ച് കയറാൻ പറ്റുന്ന വാഹനമല്ലാതെ ഉണ്ടായിരുന്നില്ല. 2-3 പേരെ ഞാനും എൻ്റെ കൂടെ കൂട്ടി. എൻ്റെ ഒട്ടകത്തിൽ അവർക്കുള്ള ഊഴം തന്നെ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. വാഹനത്തിൻ്റെ ഉടമയായിരുന്നിട്ടും പ്രത്യേക അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. അബൂദാവൂദ് 2534 ഹദീസ്. ആ സാഹോദര്യ മനോഭാവം, സഹോദരങ്ങളെ ചിന്തിക്കുക. സ്വന്തം വാഹനത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിട്ടും കുറച്ച് സമയം ഒരാൾ കയറും, എന്നിട്ട് കുറച്ച് സമയം ഒരാൾ ഇങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്വന്തം വാഹനമായിട്ടും ജാബിർ റളിയല്ലാഹു അൻഹുവിന് പോലും അത് അധികം ഉപയോഗിക്കുകയോ ഇതെൻ്റെ വാഹനമാണെന്ന ഉദ്ദേശത്തോടു കൂടെ കുറച്ചധിക സമയം ഉപയോഗിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. അവരെല്ലാവരും ആ ഒരു പരസ്പര സഹായ മനോഭാവത്തോടു കൂടെ മുന്നോട്ട് പോകുന്നവർ സ്വഹാബാക്കളായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു, സഹോദരങ്ങളായിരുന്നു. സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ നാട്ടിലും ഇത്തരം സാഹോദര്യം നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ സ്നേഹം വളരില്ലേ? പരസ്പര വിദ്വേഷമുണ്ടാകുമോ? പരസ്പര ദേഷ്യമുണ്ടാകുമോ? പരസ്പര വെറുപ്പുണ്ടാകുമോ? ഒന്നും ഉണ്ടാകില്ലല്ലോ. സഹാബികളുടെ മാതൃക എത്ര സുന്ദരമായ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം. രാത്രി സമയങ്ങളിലെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പിന്നിലാണ് സഞ്ചരിച്ചിരുന്നത്. അബലരെ നയിച്ചുകൊണ്ടും അവരെ സ്വന്തം വാഹനത്തിലേറ്റിയും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടുമായിരുന്നു പിന്തുടർന്നിരുന്നത്. അബൂദാവൂദ് 2639 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂൽ നയിച്ചിരുന്ന യാത്രാ സംഘങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ചെയ്തിരുന്നതെന്നറിയുമോ? അബലരെ സഹായിച്ചും സ്വന്തം വാഹനത്തിലേറ്റിയും വളരെ ഉത്തരവാദിത്വത്തോട് കൂടി നിർവഹിച്ചു പോകുന്ന ഒരു യാത്രയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രകൾ. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ, പലപ്പോഴും പല അമീർമാരൊക്കെ ഹജ്ജിന് പോകുന്ന അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുന്ന അമീർമാരൊക്കെ വലിയ വലിയ വിവരമുള്ളവരാണ്, വലിയ വലിയ തലയിൽ കെട്ടിയവരാണ്. പക്ഷേ ചില ആളുകളൊക്കെ അല്ലാഹുവിൻ്റെ അപാരമായ കഅബ ശരീഫിൻ്റെ അടുത്ത് വെച്ചുകൊണ്ടും ചിലപ്പോൾ ചില സ്ത്രീകളോടൊക്കെ മോശമായി പെരുമാറുന്ന രീതി പലർക്കും അനുഭവമുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും പോകുന്ന പല ഉംറ ഗ്രൂപ്പുകളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ അമീറുമാരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വാങ്ങുന്ന പണത്തിൻ്റെ ഒരംശമെങ്കിലും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂല് നയിച്ചതുപോലെ നയിക്കുക. നിങ്ങളെവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ആളുകളെ കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം സഹോദരങ്ങളെ. ഒരിക്കൽ മസ്ജിദുൽ ഹറമിൻ്റെ തൊട്ടടുത്ത് വെച്ചുള്ള ഒരു ബിൽഡിങ്ങിലുള്ള ഞാൻ താമസിക്കുകയായിരുന്നു സഹോദരങ്ങളെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും വന്ന ഒരു ഹജ്ജ് ഗ്രൂപ്പിൻ്റെ അമീർ ഒരു സ്ത്രീയോട് പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ വീട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്തമൊന്നും എനിക്കില്ല എന്ന്. സഹോദരങ്ങളെ, ചിന്തിക്കുക, എന്താണ് ആ സ്ത്രീയെ കുറച്ച് സമയമൊന്ന് ഹറമിൽ വെച്ചുകൊണ്ട് കാണാതായി. ആ കാണാതായതിൻ്റെ പേരിൽ അതും വയസ്സായിരിക്കുന്ന കുറച്ച് വാർദ്ധക്യമുള്ള ഒരു സ്ത്രീയാണ്. ആ കാണാതായതിൻ്റെ പേരിൽ ഈ അമീർ ആ സ്ത്രീയോട് കയർക്കുകയാണ്. ആ സ്ത്രീയോട് കയർക്കുന്ന ഒരവസ്ഥ. ഇദ്ദേഹം വാങ്ങുന്ന പണം, ആ പണത്തിന് ഇയാൾക്ക് ഉത്തരവാദിത്തമില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പോലും യാത്രാ സംഘങ്ങൾ നയിച്ചപ്പോൾ, അതിൽ അമീറായിരുന്നപ്പോൾ എല്ലാവരെയും സഹായിച്ചിട്ടും എല്ലാവർക്കും മാർഗദർശനം നൽകിയുമാണ് അല്ലാഹുവിന്റെ റസൂൽ യാത്രകൾ നയിച്ചതെങ്കിൽ ഈ തലയിൽ കെട്ടിയ, ഈ തലപ്പാവ് ധരിച്ച, ഈ വലിയ വലിയ താടി വെച്ച, വലിയ നീളം കുപ്പായമിട്ട ഈ മുസ്ലിയാർ, ഈ ഉസ്താദ് പറയുകയാണ്, നിങ്ങളെ വീട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്തമൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ആ സ്ത്രീയുടെ മനസ്സെത്ര വേദനിച്ചിട്ടുണ്ടാകും. അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ചെവിട് കൊണ്ട് കേട്ടുപോയി, എനിക്ക് വളരെ വിഷമമുണ്ടായിപ്പോയി. ഞാൻ ഇങ്ങോട്ട് വരാൻ വളരെ ആഗ്രഹത്തോടു കൂടി ഇങ്ങോട്ട് വന്നതാണ്. ഇനി ഇവിടെ കിടന്ന് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഇവിടെ കിടന്ന് മരണപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നാട്ടിലെത്തണമെന്നൊരു യാതൊരു മോഹവുമില്ലെന്ന് ആ സ്ത്രീ പറയുമ്പോൾ നമ്മുടെ മനസ്സുകൾ വേദനിച്ചു പോയി. ആ സ്ത്രീയോടാണ് ആ സഹോദരൻ, ആ സ്ത്രീയോടാണ് ആ ഉസ്താദ് പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളെ വളരെ മോശമായ രീതിയിൽ ആ സ്ത്രീയോട് സംസാരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ആളുകൾ വരുമ്പോൾ അവിടെയുള്ള അമീർ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അമീർ കാര്യങ്ങൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അമീർ, കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട അമീർ ആ സ്ത്രീയോട് കയർക്കുകയും നിങ്ങളെ വീട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം ഇല്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം സഹോദരങ്ങളെ. ഇവർക്കൊന്നും ഉത്തരവാദിത്തമില്ലയോ? ഇവർക്ക് ഉത്തരവാദിത്തമില്ലേ? എവിടെ നിന്നാണോ വ്യക്തിയെ കൊണ്ടുവന്നത് അവിടെ തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്തം ഇയാളിൽ നിക്ഷിപ്തമാണ്. അതൊരു കാരണവശാലും അയാൾക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. അതുപോലും അറിയാത്ത ഈ സ്ത്രീയോട് ആ അമീർ കയർക്കുകയാണ്. ഇസ്ലാം പഠിച്ച, വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളൊക്കെ പഠിച്ചൊരു ഉസ്താദായിരിക്കില്ലേ അത്? അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്ന രീതിയിലല്ലേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം? അതും എവിടെ വെച്ചുകൊണ്ട്?
എവിടെ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് ധിക്കരിക്കുകയില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃകയെ ധിക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശുദ്ധമാക്കപ്പെട്ട കഅബ ശരീഫിന്റെ തൊട്ടടുത്ത് വെച്ചാണെന്ന് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ചിന്തിക്കുക. അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ പ്രതികരിക്കണം. അത്തരം കാര്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കണം. അത്തരം ആളുകളുടെ കൂടെ യാത്ര ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത്തരം അമീറുമാരുടെ കൂടെ യാത്ര ചെയ്യരുത്. ഒരു അമീറിൻ്റെ ഉത്തരവാദിത്വം, ആ അമീറിൻ്റെ ഉത്തരവാദിത്വം എന്താ? നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരിക, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്തു തരിക. ഇനി എന്തെങ്കിലും കാരണവശാൽ അറിവില്ലായ്മ കൊണ്ട് നമ്മളിൽ നിന്ന് വല്ല തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അമീർ ക്ഷമിക്കണ്ടേ? അത് തിരുത്തിത്തരേണ്ടതും അമീറല്ലേ? അതിന് കയർക്കാൻ പാടുണ്ടോ അദ്ദേഹം? എന്നിട്ടും അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് കയർത്തുകൊണ്ട് ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ വൃദ്ധയുടെ മനസ്സെത്ര വേദനിച്ചിട്ടുണ്ടാകും സഹോദരങ്ങളെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല നല്ല അമീറുമാരെ തിരഞ്ഞെടുക്കുക. ഉംറയ്ക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴുമൊക്കെ നമ്മുടെ വീട്ടിലെ ഉമ്മമാരെ നമ്മൾ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ, ഉമ്മമാരെ സ്വന്തമായി പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളെ നമ്മൾ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല അമീറുമാരുടെ കൂടെ മാത്രം അയക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ മസ്ജിദുൽ ഹറമിൽ വെച്ചോ അതല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് വെച്ചോ ഒക്കെ നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിയുന്നതും നമ്മുടെ ഉമ്മമാരൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ഒപ്പം പോകുന്നതാണ് ഏറ്റവും ഉത്തമം. അതായിരിക്കട്ടെ നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ നമ്മളോ അതല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒപ്പമുണ്ടായിരിക്കും, ഒരാണുങ്ങളൊക്കെ ഒപ്പമുണ്ടായിരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അങ്ങനെയായിരിക്കട്ടെ നമ്മുടെയൊക്കെ യാത്രകൾ. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ. അധ്യായം 170 വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത്. എന്താണ് വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത്? അള്ളാഹു പറഞ്ഞു, കപ്പലുകളായും കാലികളായും നിങ്ങൾക്ക് സവാരി ചെയ്യാനുള്ളത് അവൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കതിൻ്റെ പുറത്ത് കയറിയിരുന്ന് സവാരി ചെയ്യാനും അതിന്മേൽ കയറി കഴിഞ്ഞാൽ നാഥൻ്റെ അനുഗ്രഹങ്ങൾ സ്മരിച്ചു പറയാനും വേണ്ടിയാണിത്. ഇതിനെ ഞങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധൻ. ഞങ്ങൾക്കതിനെ ഇണക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. തീർച്ചയായും നമ്മൾ നമ്മുടെ നാഥനിലേക്ക് തന്നെ മടങ്ങുന്നവരാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്ക് വേണ്ടി ഒട്ടകപ്പുറത്ത് കയറി ശരിയാവിധം ഇരുന്നു കഴിഞ്ഞാൽ 3 പ്രാവശ്യം തക്ബീർ ചൊല്ലി ഇങ്ങനെ പറയാറുണ്ട്: ഇതെനിക്ക് അധീനമാക്കി തന്നവൻ അങ്ങേയറ്റം പരിശുദ്ധനാണ്. ഇതെനിക്ക് അധീനമാക്കി തന്നവൻ അങ്ങേയറ്റം പരിശുദ്ധനാണ്. നമുക്കിതിനെ ഇണക്കുവാൻ കഴിയുമായിരുന്നില്ല. നിശ്ചയം നമ്മൾ നാഥൻ്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുന്നവരാണ്. അല്ലാഹുവേ, ഈ യാത്രയിൽ നന്മയും ഭക്തിയും നിനക്ക് തൃപ്തിയിൽപ്പെട്ട പ്രവർത്തനവും നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് എളുപ്പമാക്കി തരേണമേ. യാത്രയിലെ ദുരിതം ഞങ്ങൾക്ക് നീ ചുരുക്കി തരേണമേ. ഈ യാത്രയിൽ ഞങ്ങളുടെ കൂട്ടുകാരനും കുടുംബ പ്രതിനിധിയും നീയാണ്. അല്ലാഹുവേ, ഈ യാത്രയിലെ ക്ലേശങ്ങളിൽ നിന്നും വിഷമം സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും സന്താനത്തിലും സമ്പത്തിലും കുടുംബത്തിലും ഉണ്ടായേക്കാവുന്ന ചീത്ത പരിണാമത്തിലും ദുരവസ്ഥയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഈ പ്രാർത്ഥനയോടൊപ്പം ഇങ്ങനെയും അവിടുന്ന് പറയാറുണ്ടായിരുന്നു: ഞങ്ങൾ പാപത്തിൽ നിന്ന് മടങ്ങുന്നവരും പശ്ചാത്തപിക്കുന്നവരും ഞങ്ങളുടെ നാഥനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരുമാണ്. മുസ്ലിം 1342 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കൊരുങ്ങിയാൽ യാത്രാക്ലേശം, ദുഃഖകരമായ തിരിച്ചുവരവ്, ആഹ്ലാദത്തിനു ശേഷം ദുഃഖം, മർദ്ദിതന്റെ പ്രാർത്ഥന, കുടുംബത്തിലും സമ്പത്തിലും വന്നേക്കാവുന്ന ദുരവസ്ഥ എന്നിവയിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടാറുണ്ടായിരുന്നു. മുസ്ലിം 1343 തിർമദി 3444 നിസായി 2599 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അലി ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ചെന്നു. അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ഒരു വാഹനം അവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാലണിയിൽ കാൽ വെച്ചപ്പോൾ അദ്ദേഹം ബിസ്മില്ലാഹ്
എന്ന് പറഞ്ഞു. ശരിയാവിധം കയറിക്കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹില്ലദീ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലി. എന്താണ് ആ ദിക്ർ? അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പിന്നെ അൽഹംദുലില്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും 3 പ്രാവശ്യം വീതം പറഞ്ഞു. പിന്നെ അദ്ദേഹം സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ثم ضحك ثم قال الله أكبر 3 مرات 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ثم قال പിന്നെ പറഞ്ഞു സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? നാഥാ, നീ പരിശുദ്ധനാണ്, ഞാൻ എന്നോട് അധർമ്മം പ്രവർത്തിച്ചിട്ടുണ്ട്, അതെനിക്ക് നീ പുറത്തു തരേണമേ, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അദ്ദേഹം ഒന്ന് ചിരിച്ചു. ആരോ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്തിനാണ് ചിരിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചെയ്തതുപോലെ ചെയ്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് എന്തിനാണ് ചിരിച്ചത് എന്ന് ചോദിച്ചിരുന്നു. അല്ലാഹുവേ, എൻ്റെ പാപം പൊറുക്കണേ എന്ന് ഒരു അടിമ അപേക്ഷിക്കുമ്പോൾ ഞാനല്ലാതെ പൊറുക്കുന്നവനില്ല എന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നാഥൻ അത്ഭുതത്തോടെ പറയുന്നതോർത്താണ് ഞാൻ ചിരിച്ചത് എന്നായിരുന്നു അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. അബൂദാവൂദ് 2602, തിർമിദി 3443 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 171. യാത്രക്കിടയിൽ തക്ബീറും തസ്ബീഹും ചൊല്ലേണ്ട സ്ഥലങ്ങൾ. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, യാത്രയിൽ ഞങ്ങൾ കയറ്റം കയറുമ്പോൾ തക്ബീറും ഇറങ്ങുമ്പോൾ തസ്ബീഹും ചൊല്ലാറുണ്ടായിരുന്നു. ബുഖാരി 694 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും ചുരം കയറുമ്പോൾ തക്ബീറും ഇറങ്ങുമ്പോൾ തസ്ബീഹും ചൊല്ലാറുണ്ടായിരുന്നു. അബൂദാവൂദ് 2599 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജോ ഉംറയോ കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവസരത്തിൽ ചുരമോ ഊഷര ഭൂമിയോ കയറുമ്പോഴെല്ലാം 3 പ്രാവശ്യം തക്ബീർ ചൊല്ലിയ ശേഷം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, അവൻ ഏകനും പങ്കുകാരനില്ലാത്തവനുമാണ്, അവനാണ് സർവാധികാരവും സർവസ്തുതിയും, അവൻ സർവശക്തനാണ്. ഞങ്ങൾ പാപകർമ്മങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരും ആരാധന നിർവഹിക്കുന്നവരും സുജൂദ് ചെയ്യുന്നവരും നാഥനെ സ്തുതിക്കുന്നവരുമാണ്. അല്ലാഹു തൻ്റെ വാഗ്ദാനം നിറവേറ്റി അവൻ തൻ്റെ അടിമയെ സഹായിച്ചു, അവൻ ഒറ്റയ്ക്ക് ശത്രു സമൂഹത്തെ തുരത്തി. ബുഖാരി 11:160, 161, മുസ്ലിം 1344 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലേ, ഞാനൊരു യാത്ര ഉദ്ദേശിക്കുന്നു, അങ്ങ് എന്നെ ഉപദേശിച്ചാലും എന്ന് ഉപദേശം തേടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഉപദേശിച്ചു: നീ അല്ലാഹുവിന് തഖ്വ ചെയ്യുക, മല കയറുമ്പോൾ തക്ബീർ ചൊല്ലുക. അയാൾ യാത്ര പറഞ്ഞു പോയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവേ, അയാൾക്ക് നീ ദൂരം ചുരുക്കി കൊടുക്കുകയും യാത്ര പ്രയാസരഹിതമാക്കി കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. തിർമിദി 3441 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള യാത്രകളിൽ ഞങ്ങൾ താഴ്വരകളിലെത്തിയാൽ തഹ്ലീലും തക്ബീറും ചൊല്ലാറുണ്ടായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ ശബ്ദം അല്പം ഉച്ചത്തിലായപ്പോൾ അവിടുന്ന് പറഞ്ഞു: മനുഷ്യരെ, നിങ്ങൾക്ക് കനിവുണ്ടാകണം, മിതമായ ശബ്ദത്തിൽ ചൊല്ലുക. നിങ്ങൾ ബധിരനായോ സ്ഥലത്തില്ലാത്തവനായോ അല്ല വിളിക്കുന്നത്. നിശ്ചയം അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ എല്ലാം കേൾക്കുന്നവനും സമീപസ്ഥനുമാണ്. ബുഖാരി 11:159, മുസ്ലിം 2704 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 172. യാത്രയിലെ പ്രാർത്ഥന.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നതിൽ സംശയമില്ല. 1 മർദ്ദിതന്റെ പ്രാർത്ഥന, 2 യാത്രക്കാരന്റെ പ്രാർത്ഥന, 3 സന്താനങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥന. ഇവരുടെ പ്രാർത്ഥനകൾ വേഗം സ്വീകരിക്കപ്പെടാനിടയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂ ദാവൂദ് 1536 തിർമിദി 1906 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 179 173 പേടിക്കുമ്പോഴുള്ള പ്രാർത്ഥന. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലവരെയും ഭയന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുവേ, അവരുടെ മനസ്സുകളിൽ നിന്നെ ഞങ്ങൾ നിക്ഷേപിക്കുന്നു, ഇവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. അബൂ ദാവൂദ് 1537 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 174 യാത്രാമധ്യേ ഉറങ്ങിയാൽ പറയേണ്ടത്. ഖൗല റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാത്രക്കിടയിൽ എവിടെയെങ്കിലും ഇറങ്ങിയാൽ അള്ളാഹുവിൻ്റെ സമ്പൂർണമായ മഹത് വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ച സർവോപദ്രവങ്ങളിൽ നിന്നും ഞാൻ അഭയം തേടുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ സ്ഥലത്തു നിന്ന് യാത്ര തിരിക്കുന്നത് വരെ യാതൊരു ശല്യവും ഉണ്ടാവില്ല. മുസ്ലിം 2708 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ശാരീരികവും മാനസികവും പൈശാചികവുമായ ഉപദ്രവങ്ങളെ, ഇഴജന്തുക്കൾ, പ്രാണികളെ, ദുഷിച്ച വിശ്വാസങ്ങളെ, നൂതനാശയങ്ങളെ, ബാക്ടീരിയകളെ, വൈറസുകൾ, ഇവയെല്ലാം ശല്യത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഒരു ശല്യവും ഉണ്ടാകില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, യാത്രാവേളയിൽ സന്ധ്യാസമയമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: ഹേ ഭൂമി, നിന്റെയും എൻ്റെയും പരിപാലകൻ അല്ലാഹുവാണ്. നിന്റെയും നിന്നിലുള്ള സർവസ്തുതികളുടെയും, നിന്നിൽ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെയും നിന്റെ ഉപരിതലത്തിൽ ചലിക്കുന്നതിൻ്റെയും സിംഹം, മൂർഖൻ പാമ്പ്, തേള്, ഭൂനിവാസികളായ ജിന്ന്, ഇബ്ലീസ്, പിശാചി തുടങ്ങിയവയുടെയുമെല്ലാം ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിൽ ഞാൻ സംരക്ഷണം തേടുന്നു. അബൂ ദാവൂദ് 2603 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 175 വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാത്ര ക്ലേശത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് നിങ്ങളുടെ ഭക്ഷണം, പാനീയം, നിദ്ര എന്നിവയെ തടയും. അതിനാൽ നിങ്ങൾ യാത്രാോദ്ദേശം നിറവേറ്റിയാൽ ഉടനെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണം. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അനാവശ്യമായി യാത്ര ചെയ്ത് സമയം കളയരുത് എന്ന് ചുരുക്കം. ബുഖാരി 3495 496 മുസ്ലിം 1927 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 176 പകലിൽ തിരിച്ചെത്തണം. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീർഘയാത്രയിൽ നിന്ന് തിരിച്ചെത്തിയ രാത്രി സമയത്ത് ചെന്ന് ഭാര്യയെ മുട്ടി വിളിക്കരുത്. മറ്റൊരു നിവേദനത്തിൽ രാത്രി വന്ന് ഭാര്യയെ വാതിൽ മുട്ടി വിളിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്നു എന്നാണുള്ളത്. ബുഖാരി 9296 297 മുസ്ലിം 1927 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, യാത്ര കഴിഞ്ഞെത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയത്ത് ഭാര്യമാരുടെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നില്ല. പ്രഭാതത്തിലോ പ്രദോഷത്തിലോ ആയിരുന്നു അവിടുത്തെ തിരിച്ചുവരവ്. ബുഖാരി 3493 മുസ്ലിം 1928 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 177 തിരിച്ചെത്തുമ്പോൾ പറയേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഖൈബറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ പുറപ്പെട്ടു നോക്കിയാൽ മദീന കാണാവുന്ന അകലത്തെത്തിയപ്പോൾ അവിടുന്ന് പശ്ചാത്തപിക്കുകയും നാഥനെ ആരാധിക്കുകയും സ്തുതികളർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ സ്വദേശത്തേക്ക് തിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. മദീനയിലെത്തുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. മുസ്ലിം 1345 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖഅബ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ചാണ് നാട്ടിൽ താമസം തുടങ്ങിയിരുന്നത്. ബുഖാരി 889 മുസ്ലിം 2769 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീയും കുടുംബസമേതമല്ലാതെ ഒരു രാപ്പകൽ ദൈർഘ്യമുള്ള യാത്ര ചെയ്യാൻ പാടില്ല. ബുഖാരി 2468 മുസ്ലിം 1339 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരസ്പരം വിവാഹം നിഷിദ്ധമായ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യമില്ലാതെ
സ്ത്രീ പുരുഷന്മാർ ഒരിടത്തൊന്നിക്കാൻ പാടില്ല. കുടുംബസമേതമല്ലാതെ ഒരു സ്ത്രീക്കും യാത്ര അനുവദനീയമല്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഭാര്യ ഹജ്ജിന് പുറപ്പെട്ടിരിക്കുന്നു, ഞാനാവട്ടെ യുദ്ധത്തിന് പേര് നൽകുകയും ചെയ്തിരിക്കുന്നു, ഞാൻ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയോടൊപ്പം പോയി ഹജ്ജ് ചെയ്യുക. ബുഖാരി 464 65 മുസ്ലിം 1341 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര പറഞ്ഞയക്കാറുണ്ട് സഹോദരങ്ങളെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഉത്തമം സ്വന്തം ഭാര്യയുമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് സ്വന്തം ഭാര്യയുടെ കൂടെ യാത്ര ചെയ്ത് ഹജ്ജ് ചെയ്യലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മുടെ ഭാര്യമാരെയൊക്കെ ഒറ്റയ്ക്ക് യാത്ര അയക്കുന്ന പ്രവണത നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബസമേതമല്ലാതെ നമ്മൾ യാത്ര അയക്കരുത്. അത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നാം ചിന്തിക്കുക. ഇന്ന് നാം പഠിച്ച യാത്രയുടെ എല്ലാ മര്യാദകളും, യാത്രയുടെ എല്ലാ കാര്യങ്ങളും, യാത്രയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു സഹോദരങ്ങളെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും ക്ലാസ് ആരംഭിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാപിയായ എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടു കൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.